കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, ദീർഘനാളുകൾക്ക് ശേഷം നമ്മുടെ കൊരട്ടി ക്ലാസ്സിൽ കർത്താവിൻ്റെ ദാസൻ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രിയ ജോയ് പാസ്റ്റർ, പ്രിയ സേവരിച്ചാനും ജോസഫ് പാസ്റ്ററിനും, അതുപോലെ പ്രിയ ജോസഫ് ചാനവാസിൻ്റെ സഹോദരി, ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ 2-3 പേർ കൂടിയവരുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചത് ഞാനത് വിശ്വസിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു ചിന്ത, മീറ്റിങ്ങിന് ആൾ കുറേ കൂടുതൽ കൂടണമെന്നാണ്. നല്ലതാണ്, പക്ഷെ കൂടാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കൂടുതൽ കൂടണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ എന്താണെന്നൊക്കെ നമുക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പം ആൾ കൂടുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. കൂടി വരുന്നവർ ഏക മനസ്സോടെ, ഏകഹൃദയത്തോടെ, ഏകാഗ്രത ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരുന്ന വചനങ്ങളെ പ്രാപിക്കുന്നെങ്കിൽ അത് അനുഗ്രഹമാണ്. ഒരു 10-100 പേര് 500 പേര് കൂടി വന്നിട്ട് വചനം വേണ്ട രീതിയിൽ ഏറ്റെടുക്കാൻ കഴിയാതെ വന്നതുപോലെ പോകുന്ന അവസ്ഥയിലാണെങ്കിൽ ആ കൂടിയവരുണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. വരുന്നവർ ചുരുക്കമാണെങ്കിലും ആ വരുന്ന വ്യക്തികൾ ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെട്ട് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് ദൈവവചനം പ്രാപിച്ച് മടങ്ങുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. ഞാനീ പോകുന്നിടങ്ങളിലൊക്കെ ക്ലാസ്സും കാര്യങ്ങൾക്കൊക്കെ അവിടെ പോകുമ്പോൾ 5-10 പേരൊക്കെ ഉള്ളൂ എടുത്തത്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഈ കൊരട്ടിയിലാണ് ഒരു 10-20 പേര് 25 പേരൊക്കെ വന്നെന്നാണ് എൻ്റെ ഓർമ്മ. അത് എല്ലാ ആഴ്ചകളിലും ഉണ്ടായിരുന്നില്ല, ചുരുക്കം ചില ആഴ്ചകളിൽ. അപ്പോൾ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂവെങ്കിലും ഉള്ളവർ ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെട്ട് ഉള്ളവർ ദൈവവചനം ഗ്രഹിച്ച് ആഴമായി മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം. ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നതും ഈ വേദപുസ്തകം തന്നെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് സത്യവേദ പുസ്തകം തന്നെയാണ്. അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായ നിലയിൽ പഠിപ്പിക്കുന്ന ഏക ഗ്രന്ഥവും വേദപുസ്തകം തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായികാൽ തെറ്റിപ്പോകുന്നു. അപ്പോൾ തിരുവെഴുത്തുകളെ ദൈവശക്തിയെ അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകുമെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചു. നമ്മളത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കും. തിരുവെഴുത്തുകളെ ഉള്ളതുപോലെ പറയും. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച പിതാക്കന്മാരായ ദേവദാസന്മാർ പറയുന്നത്, നമ്മുടെ അഭിപ്രായങ്ങളൊന്നും ഈ വചനത്തോട് കൂട്ടിച്ചേർക്കണ്ട. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന എന്താണോ ഇത് അങ്ങനെ തന്നെ ജനത്തിലങ്ങ് പറഞ്ഞു കൊടുക്കും. നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഇടണ്ട. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. അപ്പോൾ വചനത്തിന് ശക്തിയുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച വചനം ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വചനത്തിന് ശക്തിയുണ്ട്. വചനം നമ്മളിൽ വ്യാപരിക്കും എന്നാ വചനം പറയുന്നത്. ഇന്ന് അങ്ങനെയുള്ളൊരു പഠിപ്പിക്കലൊക്കെ വളരെ കുറവായിട്ടാണ് കാണാൻ കഴിയും. വചനം നമ്മളിൽ വ്യാപരിക്കുന്നു. എങ്ങനെ വ്യാപരിക്കുന്നു? അതിനൊരു നിർവചനം കൊടുക്കാമോ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ പറയാം. വചനം വ്യാപരിക്കുന്നത്, നമ്മൾ രോഗിയാണെങ്കിൽ രോഗശാന്തിയായിട്ട് വ്യാപരിക്കും. നമുക്ക് സമാധാനമില്ലെങ്കിൽ ഈ വചനം നമുക്ക് എന്തായി? സമാധാനമായിട്ട് വ്യാപരിക്കും. നമുക്ക് ആത്മശക്തി ഇല്ലെങ്കിൽ ഈ വചനം എന്തായി? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിട്ട് നമ്മളിൽ വ്യാപരിക്കും. നമുക്ക് പരിജ്ഞാനവും വിവേകവും ഇല്ലെങ്കിൽ ആ നിലയിൽ ഇത് വ്യാപരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇരിപ്പനുസരിച്ച്, റബ്ബർ തോട്ടത്തിലെ ചിരട്ട ഇരിക്കുന്ന പോലെ സാധാരണ പറയുന്ന ഒരു പഴമൊഴിയാണ്, ആ ചിരട്ടയുടെ ഇരിപ്പനുസരിച്ച് ആ ചിരട്ട ആ പാൽ ഉൾക്കൊള്ളാനിടയായിത്തീരും. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം നിറവിൻ്റെ അനുഭവം ഉണ്ടാകും. അപ്പോൾ ഒരു ആത്മീകമായ നിറവും ഒരു വർധനവും ഒരു വളർച്ചയും നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ ഈ വചനം എങ്ങനെ ഏറ്റെടുക്കുന്നുവോ അത് പ്രധാനം. വചനം വിളമ്പിക്കൊടുക്കുമ്പോൾ വ്യവസ്ഥ പ്രകാരം വിളമ്പിക്കൊടുക്കുന്നു എന്നുള്ളതും പ്രാധാന്യം. അത് ഏറ്റെടുക്കുന്നത് വ്യവസ്ഥ പ്രകാരമാണോ എന്നുള്ളതും പ്രാധാന്യം. അപ്പോൾ ഈ നിലയിലൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ വിശ്വാസികളെയൊക്കെ ആത്മീകമായി വളരുവാൻ ഇടയായി. എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ പഠിച്ചു വരുന്ന പല കാര്യങ്ങളിൽ ഒന്ന്, വിശ്വാസികൾ ഇന്ന് ആത്മീയമായിട്ട് ആരും വളരുന്നില്ല, ആരും വളർച്ച പ്രാപിക്കുന്നില്ല. എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, 5.5 വയസ്സാണ്. വളരെ നല്ല സന്തോഷമാണ് അവനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ. എപ്പോഴും കളിയും ചിരിയും വഴക്കും തമ്മിൽ തല്ലി വഴക്കും ഒക്കെ ഉണ്ടാക്കുമല്ലോ. പക്ഷേ അവന് 1-ാം വയസ്സിലുള്ള വളർച്ചയല്ല ഇപ്പോൾ 5.5 വയസ്സുള്ളൂ. ഇപ്പം ഞങ്ങൾ എല്ലാവരും വർത്താനം പറയുന്നതിനേക്കാൾ അവൻ കൂടുതൽ വർത്താനം പറയാൻ തുടങ്ങി. ജോസഫിനൊക്കെ അറിയാം, അവർക്കൊക്കെ അറിയാം, ജോസഫിനൊക്കെ അറിയാം.
സംസാരിക്കാൻ തുടങ്ങി. അവന് ഓരോ കാര്യങ്ങൾ തിരുത്താൻ തുടങ്ങി. കാർ കയറുമ്പോൾ അപ്പോൾ ബെൽറ്റ് ഇട്ടില്ല, ബെൽറ്റ് നമുക്ക് പറഞ്ഞു തരാൻ തുടങ്ങി, ബുദ്ധിപദേശം തുടങ്ങി. അപ്പോൾ ആ കൊച്ച് ചെറിയ വളർച്ചയിൽ തന്നെ അടിസ്ഥാനപരമായ നല്ല കാര്യങ്ങൾ അത് വളർച്ച പ്രാപിച്ചതിൻ്റെ ലക്ഷണമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വാസികളോ 5, 10, 15, 20, 25, 30, 40, 45, 50, 60 വർഷമായ വിശ്വാസികളെ നിങ്ങളെടുത്ത് പഠിച്ചു നോക്കിക്കോ. 60 വർഷം വിശ്വാസ ജീവിതം നയിച്ചതിൻ്റെതായ യാതൊരു വളർച്ചയും, യാതൊരു ആത്മീയ വർധനവും, യാതൊരു ആത്മീയ നിറവും അവർക്ക് കാണാൻ കഴിയുന്നില്ല. വൈ? എന്തുകൊണ്ട്? ഈ വചനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ആ വചനം 30, 60, 100. 30 വേണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്, 60 വേണമെന്ന് ഞാനോ തീരുമാനിക്കണം, 100 വേണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. ഇന്ന് വിതയ്ക്കപ്പെടുന്ന വചനങ്ങൾ 100 മേനി കേട്ട് അത് ആത്മീക ഫലം എന്നിൽ പുറപ്പെടണം. കർത്താവേ, അതിനെന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് കേൾക്കാനും 100 മേനി ഈ വചനം എന്നിൽ വിളയണം. ദൈവത്തിൽ വിതയ്ക്കുന്ന വചനങ്ങൾ, ദൈവവചനത്തിലൂടെ തരുന്ന പ്രബോധനങ്ങൾ, അത് കേട്ട് 100 മേനി വിളവ്, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരാത്മീക വൃക്ഷമായി. പുതിയ നിയമം പഠിക്കുമ്പോൾ നമ്മളെ സഭയിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തോട് ഓമിച്ച് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല വൃക്ഷമായി, സഭയിൽ നട്ടിരിക്കുന്ന വൃക്ഷമായി. അതിനെക്കുറിച്ച് പൗലോസിന്റെ ഒരു പ്രയോഗം, ദൈവസഭയ്ക്ക് സഫലന്മാരാകുക, ഫലമുള്ളവരാകുക. 50, 100 വിശ്വാസികളുള്ളവര് നല്ല ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വിശ്വാസികളാണെങ്കിൽ ആ സഭ എത്ര മനോഹരമായിരിക്കും. ഇത് ചുരുക്കം ചിലർ മാത്രമേ ആത്മീയമായിട്ട് എന്തെങ്കിലുമൊക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക? ചുമ്മാ ഇങ്ങനെ വരുന്നു പോകുന്നു. എല്ലായിടത്തുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. ഒരു 50 വർഷത്തെ പരിചയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. സഭകളിൽ കൂടി വരുന്ന വിശ്വാസികളിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ആത്മീയമായി എന്ത് ചെയ്യുന്നുള്ളൂ? വളരുന്നുള്ളൂ. സ്തോത്രം. ഇനി അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നാനാ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അവരെ വളർത്തണം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മുഖോരോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആകയാൽ ആമേൻ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാനും വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാനും ആഗ്രഹിക്കുന്നു. രക്ഷയ്ക്കായി വളരുവാൻ വലിയ സബ്ജക്റ്റാണ്. ഞാനത് ദിവസങ്ങളിൽ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ക്ലാസ് മിക്കവാറും അതായിരിക്കും, രക്ഷയ്ക്കായി വളരുന്ന വിഷയം. രക്ഷയ്ക്കായി വളരുവാൻ എന്ത് ചെയ്യണം? വചനമെന്ന മായമില്ലാത്ത പാൽ. ഇപ്പൊ മായം ചേർത്ത് കുടിച്ചാലോ? മായമില്ലാത്ത പാൽ കുടിക്കണം വളരണമെങ്കിൽ. അത് പ്രധാനമായിട്ടൊരു വിഷയമാകില്ല. ഇനി ആ വാക്യത്തിനെ അനാലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ പാല് കുടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? 5 കാര്യങ്ങൾ വിടണം അവിടെ. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. 5 കാര്യങ്ങൾ ഒരു ആത്മീക ശിശു അത് വിട്ടിട്ട് വേണം എന്ത് ചെയ്യണം? ഈ പാല് കുടിക്കണം. അപ്പൊ ഈ 5 കാര്യങ്ങൾ വെച്ചുകൊണ്ട് പാല് കുടിച്ചാൽ എന്ത് പറ്റും? ഒന്നാമത് പാലുള്ളിലോട്ട് ചെല്ലത്തില്ല. ഇനി പോരും ഉണ്ടാക്കി ഈ വചനം ഉള്ളിൽ ചെല്ലത്തില്ല, ക്രിയ ചെയ്യത്തില്ല. ദൈവമക്കളെ, ഞാനിത് ഒത്തിരി പ്രാർത്ഥിച്ച് പറയുന്നൊരു ദൂത. നമ്മൾ എത്രയോ വർഷങ്ങളായി, അല്ലെങ്കിൽ വിശ്വാസികൾ എത്രയോ വർഷങ്ങളായി വിശ്വാസ ജീവിതം നയിക്കുന്നു. ആ വർഷങ്ങൾക്കനുസരിച്ചൊരു വളർച്ച, ഒരാത്മീയ വർധനവ്, ഒരാത്മീയ നിറവ് എന്തുകൊണ്ടാണ് അവർക്കില്ലാത്തത്? ഈ വചനം ഉള്ളിലോട്ട് പ്രവേശിക്കുന്നില്ല. അത് വേറൊരു വിഷയം. നാനാമുഖങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മായമില്ലാത്ത പാല് കുടിച്ചാലേ വളരുള്ളൂ, മായമുള്ള കുടിച്ചാൽ വളരില്ല. അത് വേറൊരു പഠനം. ഈ പാല് ഉള്ളിലേക്ക് ചെല്ലണമെന്നുള്ളത്, ചെന്നാലേ വളർച്ച പ്രാപിക്കാൻ പറ്റുള്ളൂ എന്നത് ശക്തമായ വേറൊരു പഠനം. പാല് ഉള്ളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ്, വചനം ഉള്ളിലേക്ക് റിസീവ് ചെയ്യുന്നതിന് മുമ്പ് 5 വിധ സ്വഭാവങ്ങളെ മാറ്റിക്കളയണമെന്നുള്ളത് അതിലും ശക്തമായ പഠനം. അപ്പൊ ഇതൊക്കെ ഏകോപിച്ച് വന്നു കഴിയുമ്പോൾ മാത്രമേ ഒരു വിശ്വാസി ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, വളർച്ച പ്രാപിക്കത്തുള്ളൂ. ഈ വ്യാജഭാവം എന്നുള്ളൊരു വിഷയം തന്നെ എടുത്ത് ഇന്ന് വിശ്വാസികളിൽ പലരും വ്യാജഭാവം, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, വ്യാജഭാവം അത് തന്നെ വിശ്വാസികളെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ രോഗം പോലെ വന്നുകൊണ്ടിരിക്കും. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ, ഇതൊക്കെ വിശ്വാസികളിലുണ്ട്, ചെറിയ തോതിലെങ്കിലും ഉണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു,
നമ്മളിൽ ഏത് അനുഭവമാണ് ഇതുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ നമ്മളിൽ നിന്ന് പുറത്താക്കി ഈ വചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയമായി വളരാൻ തുടങ്ങും. അത്ഭുതകരമായ വളർച്ച. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുഞ്ഞ് 1 വയസ്സായ സമയത്ത് എപ്പോഴും ഇങ്ങനെ ഉറങ്ങി മന്ദിച്ചൊക്കെ ഇരിക്കുന്നത്. 5 ഇപ്പോൾ കിടന്ന് ചാട്ടവും ഓട്ടവും ചില സമയത്ത് ഞങ്ങളെയൊക്കെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കെന്തൊരു സന്തോഷം. കാരണം ആ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് അവനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് എത്ര ആഹാരം മുമ്പിൽ കൊണ്ട് വെച്ചാലും എടുത്തു കൊടുക്കണം. ഇപ്പോൾ അതല്ല, അങ്ങോട്ട് മീനൊക്കെ മുള്ളൊക്കെ മാറ്റി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, വാരി അങ്ങ് തിന്നോളും. ഭയങ്കര തമാശയൊക്കെ പറയുവാൻ. കാരണം ഭക്ഷണം കഴിക്കാൻ സ്വയം പര്യാപ്തമായി. ഇന്ന് എത്ര ദൈവമക്കള് അവരുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ വചനങ്ങൾ സ്വയം ഭക്ഷിക്കാൻ അവർക്ക് കഴിയുന്നു? എന്നും പാസ്റ്റർമാർ പറയുന്ന ഉപദേശം കേട്ടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത വിശ്വാസികൾ. ഞാൻ ഈ മുഖോര പറയുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ദൈവജനത്തെ വചനം പഠിപ്പിച്ച് അവരെ പ്രാപ്തന്മാരാക്കി അവർ സ്വന്തം കാലിൽ നിന്ന് ക്രിസ്ത്യജീവിതം നയിച്ച് അവർ ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളാണ് ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ, മറ്റൊന്നല്ല. സ്തോത്രം. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് ഞാൻ ഇന്ന് പലരോടൊക്കെ വിളിച്ചു പറഞ്ഞു, നിർബന്ധമായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞു. അവർ വരാമെന്നൊക്കെ ഏറ്റു. പക്ഷെ അവസാന സമയത്ത് ആരും വന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് അവർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. ഞാൻ പോകണം, വചനം കേൾക്കണം, പഠിക്കണം. സ്വതന്ത്രക്കാരുടെ പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല. ഇവിടം വരെ ഒന്ന് വന്നാൽ മാത്രം മതി. വചനം കേട്ട് പഠിച്ച് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും അറിയും പോലെ ഞാനും അറിഞ്ഞു, നമ്മുടെ കേരളത്തിലെ ഒരു പുതിയൊരു UDF ഗവൺമെൻറ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഭരണമേറ്റു. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം നടക്കുന്നൊരു കാര്യം അതുകൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതിൽ വലിയ കാര്യമായിട്ടെടുത്ത് നെല്ലിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിലും ഒന്ന് തൊട്ടുപോകുക. അത് ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി ഞാനത് പറയുക. സ്തോത്രം. അപ്പോൾ ആ ഭരണം ഓരോരുത്തരും മന്ത്രിമാരാകുന്ന സമയത്ത് അവരോരോരുത്തരും ഏറ്റു പറഞ്ഞ സത്യവാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാവരും? ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഞാനത് ഇനി അത് എഴുതിയെടുത്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം ഓരോരുത്തരും നടത്തുന്ന പ്രസ്താവനകൾ നല്ല കാര്യങ്ങളാണ്. എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്യണം? ഒരുപോലെ യാതൊരു വ്യാജവും കാണിക്കാതെ സത്യസന്ധമായി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ ഞാൻ നിറവേറ്റുമെന്ന് ദൈവനാമത്തിൽ എന്ത് ചെയ്യുന്നു? സത്യം ചെയ്യും. ഇതൊക്കെ നടക്കുന്നുണ്ടോ? ഇനി നടക്കില്ലെന്ന് പറയാനും പറ്റില്ല. നടക്കുന്നുമില്ല. എന്നാൽ ചുരുക്കം ചിലത് നടക്കുന്നുമുണ്ട്. അതും ഉള്ളതുപോലെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമൊക്കെ മാന്യമായ യോഗ്യമായ നിലയിൽ കാര്യങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്. വിട്ടുവീഴ്ചകളൊക്കെ കാണുമായിരിക്കും. മനുഷ്യനല്ലേ? യാക്കോബ് പറയുന്നത് നാം പലതിലും തെറ്റിപ്പോകുന്നു. അപ്പോൾ തെറ്റുകുറ്റകൾ എല്ലാവർക്കും വരാം. എങ്കിലും കുറഞ്ഞ പക്ഷം ഒരളവിൽ കാര്യങ്ങൾ നടത്തിയ ഒരു മനുഷ്യനാണോ ഉമ്മൻചാണ്ടിയെന്നോ അല്ലെങ്കിൽ ഏക്കാനിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ സത്യസന്ധമായ കാര്യങ്ങളുണ്ട് താനും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ ഭരണ സാന്നിധ്യത്തിന് വേണ്ടിയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. വേറെ ഭാഗങ്ങളിലൊക്കെ അതുണ്ട്. അതൊന്ന് വായിച്ചാട്ട് നിങ്ങളെല്ലാവരും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം. നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ആ രാജ്യം എന്നുള്ളത് ഒരു സ്ഥാനത്ത് രാജാക്കന്മാരും എന്ന് വായിക്കണം. അത് ഭാഷാന്തരത്തിൽ വന്നൊരു കുഴപ്പമാണ്. ആ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-10 ഒന്ന് വായിക്കാം. 9-10. പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും ആമേൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തെ അവനെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവി എന്താ? രാജാക്കന്മാരും പുരോഹിതന്മാരും. ഇപ്പോൾ നമ്മൾ പുരോഹിതന്മാരാണ്, ഭാവിയിൽ നമ്മൾ രാജാക്കന്മാരായിത്തീരാണ്. അപ്പൊ ഈ സത്യപ്രതിജ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ആ പദവിയെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത. ഇവരൊക്കെ ഇപ്പോൾ മന്ത്രിമാരായിട്ട് വാഴുക, നല്ല കാര്യം. ലോകത്തിൻ്റെ ഭരണം അവർ ഭരിക്കട്ടെ. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം ഇവിടെ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ കർത്താവിനോടൊപ്പം
വാഴേണ്ടവരാണ് നമ്മൾ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൂടി സാധൂകരിക്കാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ന്റെ 1-2 വാക്യം. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തിരിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാർ ഈ ലോകത്തെ വിധിക്കും. ഈ ഭൂമിയിൽ നടക്കുന്ന ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യം. അതിന്റെ ഇടയിലുള്ള പ്രശ്നം ഞാൻ പറയുന്നില്ല. കോടതിയും കേസും വഴക്കിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അടുത്ത വാക്യം, നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? മതി, ഇത്രയും മതി. ദൂതന്മാരെ വിധിക്കാനായിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. പിണറായി സർക്കാർ പോയി, വി ഡി സതീശൻ വന്നപ്പോൾ പുള്ളി മുഖ്യനായിട്ട് അവിടെ ഇരുന്നു. ഒരു ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. രണ്ട് ഫയലിലാണ് അവർ ഒപ്പിടുന്നത്, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരാൾ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഗവർണർ പറഞ്ഞു കൊടുക്കുക, ഞാനെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഞാൻ ഇന്നതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുക. നല്ല കാര്യമാണ്. അപ്പം എൻ്റെ മനസ്സിൽ വന്നത്, കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഈ മൺപൊടികളാകുന്ന നമ്മൾ കർത്താവിനോടൊപ്പം രാജാക്കന്മാരെ പോലെ വാഴുന്നൊരു സുദിനം നമുക്കുണ്ട്. വി ഡി സതീശൻ്റെ ഭരണകാലം നല്ലതാണ്. ഈ ഭൂമിയിൽ ഭരിക്കാൻ നല്ല കറതീർന്നൊരു മന്ത്രി നമുക്ക് ആവശ്യം. അത് ദൈവം തന്നു നമ്മളൊക്കെ വിശ്വസിക്കുക. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് നല്ലൊരു മന്ത്രിയെ മുമ്പുണ്ടായിരുന്നതിനേക്കാളും നല്ലൊരു മന്ത്രി നമുക്ക് ലഭിച്ചു. അദ്ദേഹം പറയുന്നു, വയസ്സായവർക്കൊക്കെ, കുട്ടികൾക്കൊക്കെ, സ്ത്രീകൾക്കൊക്കെ വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്ത് പല കാര്യങ്ങൾ ചെയ്യുമെന്ന്. സ്ത്രീകളുടെ യാത്രാ സൗകര്യം അതൊരു വലിയൊരു കാര്യമല്ലേ? നടന്ന് കിട്ടിയാൽ, നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച്, നടക്കുകയാണെങ്കിൽ എന്താ വലിയൊരു കാര്യമാണ്. എൻ്റെ ഭാര്യ ഉള്ള ചേച്ചി കോട്ടയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവുക. അപ്പോൾ അവൾ പറയാം, എന്നാൽ പിന്നെ ആഴ്ചയിൽ അങ്ങ് കോട്ടയത്ത് പോകാൻ ബസ് കയറി കാശ് കൊടുക്കണ്ടല്ലോ. സ്വന്തം നല്ല കാര്യമാണ്. ഇപ്പം എല്ലാവർക്കും നല്ല കാര്യമാണ്. അതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. എന്നാലും നമ്മളിപ്പോൾ പാസ്റ്റർ വായിച്ചത്, കർത്താവായ യേശുക്രിസ്തു രാജാവായി വരുമ്പോൾ ആ കർത്താവിനോടൊപ്പം നമ്മൾ ആരായിരിക്കും? രാജാക്കന്മാരായി വാഴുന്നൊരു സുദിനമുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിന് എന്തിനു വേണ്ടിയുള്ളതാ എന്ന് പറഞ്ഞേ പരിജ്ഞാനത്തോടെ. രാജാക്കന്മാരെ വാഴിക്കാനുള്ള ഒരുക്കമായി ക്ലാസ്. നിങ്ങളൊക്കെ രാജാക്കന്മാരെ നമ്മൾക്ക് ഒരുമിച്ച് വാഴാൻ വേണ്ടി ദൈവവചനപ്രകാരം ഈ ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് ആ രാജവാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ളൊരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കടം മാറ്റാനും, കഷ്ടത മാറ്റാനും, കണ്ണീര് തുടയ്ക്കാനും, കാറ് കിട്ടാനും, വീട് കിട്ടാനും, ലോറി കിട്ടാനും, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള യാതൊരു സന്ദേശങ്ങളും ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നില്ല. പണ്ട് ഈയിടയ്ക്ക് ഒരു വാസു പറഞ്ഞല്ലേ, നീല സാരി എടുത്ത സഹോദരിയോട് ദൈവാത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ ഒരു വിടുതൽ നടക്കാം. അത് കഴിയുമ്പോൾ മഞ്ഞ സാരി ഉടുത്ത ഒരു സഹോദരിയോട് പറയുന്നു ഒരു വിടുതൽ നടക്കാൻ പോകും. അത് കഴിയുമ്പോൾ റോസ് കളർ സാരി ഉടുത്ത സഹോദരിയോട് ദൈവാത്മാവ് പറയുന്നു ചില വിടുതലിൻ്റെ കരം ദൈവം വെളിപ്പെടുത്തും. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നീല സാരിയില്ല, മഞ്ഞ സാരിയില്ല. ഇവിടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള പ്രമാണം മാത്രമാണ് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. അത് ഇന്നത്തെ ആൾക്കാർക്ക് ആർക്കും വേണ്ട. ഇപ്പോൾ ഇവിടെ സേവരിച്ചാൻ പറഞ്ഞു ഒരു ഉപവാസ പ്രാർത്ഥനയാണ്, ഒരു വിടുതൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കസേര ഇതുപോലെ ഒരു 2 ഇരട്ടി കൂടി എടുക്കേണ്ടി വരും, ഇല്ലേ? ഈ പരിസരം വണ്ടി കൊണ്ടങ്ങ് നിറയും. സ്തോത്രം. എന്നാൽ ദൈവവചനം പഠിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം, നിത്യജീവൻ പ്രാപിക്കാൻ ഒരുങ്ങണമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അതിനോട് വലിയ പ്രാധാന്യതയില്ല. എന്നാൽ അതിനോടൊരു സമയം വരാൻ പോവുക. സ്തോത്രം. കർത്താവ് ഒരു ഉണർവ് വഹിച്ചു കഴിയുമ്പോൾ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഏത് പ്രവചന പുസ്തകത്തിലുള്ള ആമോസിന്റെ പ്രവാചക പുസ്തകത്തിലുള്ള വാക്യം, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹവും വിശപ്പും ഞാൻ ദേശത്തിന്മേൽ അയക്കുന്നു എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ജനം വചനത്തിന് വേണ്ടി ഓടി നടക്കും. അപ്പം എന്ത് ചെയ്യും? ഇഷ്ടത്തില്ല. ആ ഭാഗം കൊടുത്തൊന്ന് വായിച്ചു കൊടുത്തേ പാസ്റ്റേ, അറിയാം എല്ലാവർക്കും. സ്തോത്രം. ഏതാ ഞാൻ പറഞ്ഞ പുസ്തകം? ആമോസിലുണ്ട്. ആ ഭാഗം ഒന്നെടുത്ത് വായിച്ചു കൊടുത്തേ. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗങ്ങളാണ്. ആമോസ് എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അത് വേഗം അത് പറഞ്ഞേ. 8:11 മുതൽ 8:11. ആ, അടുത്ത ശ്രദ്ധിക്കണേ. സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന്
യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും. ആ സ്തോത്രം. ഇന്നിപ്പോൾ നമ്മൾ ഈ വിതയ്ക്കുന്ന വചനം കേൾക്കാൻ താല്പര്യമില്ല. എന്നാൽ ഈ വചനത്തിന് വേണ്ടി എങ്ങനെ നടക്കുമെന്നാ പറഞ്ഞു? അലഞ്ഞു നടക്കും. അതിന് മുമ്പ് വേറൊരു പദം പറഞ്ഞല്ലോ. അല്ല, അതിനു മുമ്പ് ഉഴന്നു ചെന്ന്, പദങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഉഴന്നു ചെന്ന് അലഞ്ഞ് വലഞ്ഞ് വചനത്തിന് വേണ്ടി നടക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. ആരൊക്കെയാണ് നടക്കാൻ പോകുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട് പ്രവാചകൻ. നല്ല സ്മാർട്ട് ലേഡീസ്, കൊച്ചു പിള്ളേര്, ചെറുപ്പക്കാര്, സ്തോത്രം, വടിയും പിടിച്ച് നടക്കുന്നവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇന്ന് സ്മാർട്ട് ഫോണും വെച്ച് 8-10 മണിക്കൂർ, 15-20 മണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കുന്ന പിള്ളേര്, സഹോദരി സഹോദരന്മാരൊക്കെ അന്ന് എന്ത് ചെയ്യും? വചനത്തിന് വേണ്ടി ഉലഞ്ഞു നടക്കുന്ന അവസ്ഥ വരും. വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന അവസ്ഥ വരും. അലഞ്ഞു നടക്കുന്ന അവസ്ഥ വരും. കേട്ടോ, എന്താ പ്രവാചകൻ പറഞ്ഞു വെച്ച ആ വാക്യം? ബോധം കെട്ട് വീഴും. വചനം കിട്ടാതാകുമ്പോൾ ബോധം കെട്ട് വീഴും. അത് സംഭവിക്കാൻ പോവുക. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ പഠനം, കർത്താവ് ഒന്ന് സഭ എടുത്തു കഴിഞ്ഞാൽ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കൂട്ടരുണ്ടാവുമെന്ന്. അന്ന് കിട്ടത്തില്ലെന്ന്. ഇന്നിപ്പോൾ സുലഭമായിട്ട് അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ചുരുക്കമായിട്ട് അവിടെ ഇവിടെയൊക്കെ പാസ്റ്റർമാർ പലരും ഒക്കെ പറയുന്നുണ്ട്. ഈ വിശുദ്ധ ഉപദേശം പറയുന്നുണ്ട്. കർത്താവിന്റെ വരവിനുള്ള ഒരുക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആർക്കും വലിയ താല്പര്യമില്ല, എല്ലാവരും നിസ്സാരമായിട്ട് കാണുക. പക്ഷേ ഇതിനു വേണ്ടി ദാഹിക്കുന്നൊരു കാലം വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ദൈവവചനത്തിന്റെ നിർമ്മലമായ സത്യങ്ങൾ, പത്യവചനം, പത്യോപദേശം നമുക്ക് പഠിക്കാമോ, ഗ്രഹിക്കാമോ, അതെല്ലാം കേട്ട് പഠിച്ചനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പൊങ്ങത്ത് കർത്താവ് നമുക്ക് തരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്കും അനുഗ്രഹമാണ്, എനിക്കും ആത്മീയ വളർച്ചയ്ക്ക് അനുഗ്രഹമാണ്. ഇവിടെ നടക്കുന്ന ക്ലാസ്സിന് വേണ്ടി ഞാനും വചനം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിവിധ നിലയിലുള്ള പഠനങ്ങളിലൂടെ പോകുന്നു. അതെൻ്റെയും ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന് അനുഗ്രഹമെന്ന് ഞാൻ തുറന്നു പറയട്ടെ. അതുപോലെ കേൾക്കുന്ന നിങ്ങൾക്കും അത് അനുഗ്രഹമാണ്. രാജാക്കന്മാരെ പോലെ നമുക്ക് വാഴാനുള്ള ഒരു അവസരം ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ്, ദയവായിട്ട് ഈ കേൾക്കുന്നവർ വാട്സപ്പ്, ടെലിഗ്രാം, യൂട്യൂബിലൂടെ കേൾക്കുന്നുണ്ട്, ഇത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് പിൽക്കാലം നമ്മുടെ പഠനം, സ്തോത്രം, ഈ റോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾക്കൊക്കെ വായിക്കാം. അതിൻ്റെ തീമായിട്ടുള്ള വിഷയം ഐ ബിൽഡ് മൈ ചർച്ച്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കും. മത്തായി 16:18. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട്. നമ്മളതിലെ പ്രസക്തമായ ഭാഗം മാത്രം എടുക്കുക. ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് പറഞ്ഞൊരു ഭാഗമാണ്. ഞാൻ എൻ്റെ സഭയെ എന്ത് ചെയ്യും? പണി. കർത്താവ് സഭ പണിതുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭ പണി നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളത് മനസ്സിലാക്കണം. അതെങ്ങനെയായി പണിയുന്നത്? ദൈവവചനത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ വചനത്തിൻ്റെ സത്യങ്ങൾ കേട്ട് ആ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് മുമ്പോട്ട് വരുന്നവരെ ആര് പണിയും? പരിശുദ്ധാത്മാവ് പണി. എന്നതിൻ്റെ വാക്യത്തിലേക്കൊക്കെ വരുന്നു. കർത്താവ് പണിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യവസ്ഥ ഇതാണ്. ദൈവവചനം, നിർമ്മലമായ ദൈവവചനം പ്രസ്താവിക്കപ്പെടുമ്പോൾ ആ വചനത്തിൻ്റെ മുൻപിൽ ആര് സമർപ്പിച്ചു കൊടുക്കുന്നു? കർത്താവെ, ഞാനിതാ വചനത്തിന് മുമ്പാകെ എന്നെ ഏൽപ്പിക്കുന്നു. ആത്മാവ് നമ്മളെ പണി എന്നാണ് എഫേസ്യ ലേഖനത്തിൽ ആ പടം. വേണമെങ്കിൽ അതിനടുത്ത് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്ന് വായിച്ചത് സംശയം ഉളവാകാതിരിക്കാൻ വേണ്ടിയാണ്. എഫേസ്യ ലേഖനം 2-ന്റെ 19 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, ആമേൻ, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ
പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. സ്തോത്രം. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ട ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ആത്മാവാണ് പണിയുന്നത്, പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. സഭ കർത്താവിൻ്റെതാണ്, പണി കർത്താവാണ് ചെയ്യുന്നത്. ഞങ്ങൾ വേലക്കാരാ. പൗലോസ് പറഞ്ഞു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. വളരുമാറാക്കുന്നത് ആരാ? ദൈവമാണ്. ദൈവമാണ് ആ പണി പൂർത്തീകരിക്കുന്നത്. വചനം പറയാനുള്ള വയസ്സേ നമുക്കുള്ളൂ. അതും വിശ്വസ്തയോടെ പ്രമാണപ്രകാരം തിരുവചന സത്യങ്ങൾക്കനുസരിച്ചുള്ള ഉപദേശം പറയുമ്പോൾ ആ ഉപദേശത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന വ്യക്തികളാണ് പണിയപ്പെടുന്നത്. ഈയിടയ്ക്ക് ഒരു മരണം നടന്നു. നിങ്ങൾ ചിലരൊക്കെ അറിഞ്ഞാണെന്ന് വിശ്വസിക്കും. എനിക്ക് ഒരിക്കലും ഒരു ഫോൺ കോൾ വന്നു. പാസ് എവിടെയാണ്? നമ്മൾ എറണാകുളത്താണ്. പാസ് വീട് വരെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെയാ? മലപ്പുറത്താ, തരൂര് മറ്റാണ് ആ സ്ഥലത്തിൻ്റെ പേര്. തിരൂര്. ഞാൻ ഈ തിരൂര് ആദ്യമായിട്ട് കേൾക്കാം. മലപ്പുറത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഞാനിങ്ങനെ കൂട്ടായ്മയ്ക്കൊന്നും പോകാതെ നിങ്ങൾ ഈ പറയുന്ന ഉപദേശം വാട്സപ്പിലൂടെ അല്ല യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നൊരു കൺസെപ്റ്റ് വന്ന് എനിക്ക് വലിയ താല്പര്യമായി. ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ വിശദമായ പഠനം എനിക്കൊന്ന് കിട്ടണം. അപ്പോൾ ഒരു ദിവസത്തേക്ക് 1-2 ദിവസത്തേക്കൊന്ന് വീട്ടിൽ വന്നാൽ നമുക്ക് ഒരുമിച്ച് താമസം. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. വൈഫൊക്കെ മരിച്ചുപോയി. സ്വന്തക്കാരൊക്കെ അവിടെയൊക്കെ ഉണ്ടെങ്കിലും പുള്ളി എലോണായിട്ട് ഇങ്ങനെ ഒറ്റ കഴിയുക. നല്ലൊരു സഹോദരനാണ്. 60 വയസ്സുണ്ട്. നായർ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട് വന്ന ശ്രീനിവാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കട്ടെ, നമുക്ക് വരാം. അത് കഴിഞ്ഞ് പിന്നെയും വിളിയോട് വിളി. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പോകാനൊരു നിയോഗം കിട്ടി. ഞാനിവിടെ നിന്ന് പോയി. അവിടെ ചെന്ന് ഒരു ദിവസം പുള്ളിയോടൊപ്പം താമസിച്ചു. ഈ അപ്പോസ്തല ഉപദേശത്തിൻ്റെ അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം 3 എപ്പിസോഡായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുള്ളിയോട് പറഞ്ഞതാണ്. പുള്ളിയുടെ ശബ്ദം അതിൽ കേൾക്കാൻ പറ്റും. പുള്ളി മരിച്ചുപോയി. പുള്ളിയോട് നല്ല വ്യക്തമായിട്ട് ഈ 3 ദിവസത്തെ ഉപദേശമാണ് പറഞ്ഞ് പുള്ളി അംഗീകരിച്ചു. അത് കേട്ടു, അതിൻ്റെ മുമ്പാകെ സമർപ്പിച്ചു. നമ്മളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ഒരുമിച്ച് ഭക്ഷിച്ച് പാനം ചെയ്ത് ഒരു ദിവസം ഞാൻ താമസിച്ചുള്ളൂ. പോയ ദിവസം ഇവിടുന്ന് രാവിലെ പോയി 9 തൊട്ട് രാത്രി വരെയും വചനം സംസാരിച്ചു. ഞങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെയും വചനം സംസാരിച്ചു. കാര്യത്തിന് മുമ്പാകെ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ഭൗതികമായിട്ട് വളരെ ഭാരപ്പെടുന്നൊരു സഹോദരനാണ്. പ്രാർത്ഥിച്ച് ഒരല്പം നന്മ നമ്മുടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബാക്കിയൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചിഞ്ഞ് പോന്നു. ഇവിടെ വന്ന് 1 മാസം കഴിഞ്ഞോ പുള്ളി മരിച്ചു. പുള്ളി കുഴഞ്ഞു വീണ് മരിച്ചു. കല്യാണം കഴിച്ചു, ഭാര്യ നേരത്തെ മരിച്ചു. മരിച്ചു. എലോണായിട്ട് താമസിക്കും, ഒറ്റയ്ക്ക് താമസിക്കും. മക്കളും ഇല്ല. നിരാശപ്പെട്ടിങ്ങനെ കഴിയുക. അപ്പോൾ ഈ വചനം കേട്ട്, അപ്പോൾ പുള്ളിക്ക് വചനം കേട്ടപ്പോൾ പുള്ളിക്ക് ഇത് തോന്നി, ഇതൊരു പത്യവചനം, സത്യവചനമാണ്. ഇത് മുകളിലോട്ട് പോകാനുള്ള പ്രമാണമാണ് പാസ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധം എന്നെ വിളിച്ചത്. ഞാൻ സാധാരണ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോകുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പോകാനൊരു നിയോഗം കിട്ടുക. സന്തോഷത്തോടെ പോയി പുള്ളിയായിട്ട് ഒരു ദിവസം സംസാരിച്ചു, വചനങ്ങൾ ഷെയർ ചെയ്തു. പുള്ളിക്ക് സന്തോഷമായി. പുള്ളി പറഞ്ഞ പാസ്റ്റേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. സമർപ്പിച്ചു, പുള്ളിയുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. ഞാനിഞ്ഞ് പോന്നു. പുള്ളി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഞാനിത് 1-2 പേരോട് പറഞ്ഞു അതൊരു വലിയ ദൈവപ്രവൃത്തിയാണെന്ന് പറഞ്ഞു. കാരണം ഈ വചനത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ മനുഷ്യനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റി. കാരണം ആരും പേരും ഇല്ല, സഹായിക്കാൻ ആരുമില്ല. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് മുമ്പോട്ട് പോവുക. സ്തോത്രം. സഭകളിൽ ഒരു വലിയ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ പുള്ളി പറഞ്ഞു ഉപദേശം ഒന്നും അവിടെ പ്രസംഗിക്കപ്പെടുന്നില്ല പാസ്റ്റേ, അതുകൊണ്ടാണ് ഞാൻ എങ്ങും പോകാണ്ട് വീട്ടിൽ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ആ വചനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള. അപ്പോൾ വചനത്തിന് വേണ്ടി ദാഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊടുത്തു. വചനം ആരെങ്കിലും പ്രസംഗിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി യൂട്യൂബിൽ സെർച്ച് ചെയ്തു. നമ്മുടെ പേര് കിട്ടി. ഞാൻ എൻ്റെ മഹത്വം പറയുന്നതല്ല കേട്ടോ. ഞാൻ ദൈവത്തിൽ താണിരിക്കുക. എന്തായാലും ആ മനുഷ്യൻ ആ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, വചനത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാതെ ആർക്കും നിത്യതയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ പരിശുദ്ധാത്മാവാണ്. ആ എഫേസ്യ ലേഖനം ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കാം. വായിച്ച വാക്യം തന്നെ ഒന്നുകൂടി ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം. അന്യന്മാരും പരദേശികളുമല്ല, അത്രേ. നിങ്ങളെപ്പോഴും അപ്പൊ മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്താണ് നിങ്ങളെ പണിയുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പറയുന്ന ഉപദേശപ്രകാരമാണ് പണി. അടുത്ത് അപ്പൊ ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി വളരാനാണ് പണിയുന്നത്. ആത്മാവാണ് പണിയുന്നത്. അതാണ് ആ വാക്യം പറയുന്നത്. ദൈവത്തിന്റെ നിവാസമാണ്. നിങ്ങളുടെ
നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഇരിക്കുക, എനിക്ക് കാലുവേദന ഉണ്ട് താനും. അപ്പോൾ ദൈവാത്മാവിൻ്റെ നിവാസമായി തീരേണ്ടതിനാണ് പണി. നിവാസം എന്ന് പറയുമ്പോൾ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അതാണ്, ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയില്ല. അപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായിട്ടാണ് പുതിയ നിയമസഭയെ ദൈവവചനം പഠിപ്പിക്കുന്നത്. ആ നിലയിലുള്ള പഠനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പരിമിതമാണ്. ആ പരിമിതമായിട്ട് പഠനങ്ങളുള്ളൂ എന്ന് വെച്ച് ദൈവ ആ വ്യവസ്ഥയ്ക്ക് മാറ്റമൊന്നും വരുത്തത്തില്ല. ആ വ്യവസ്ഥ പ്രകാരം പണി നടക്കുന്നവരെ ദൈവം അംഗീകരിക്കും, അല്ലാത്തവരെ അംഗീകരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. സ്വതന്ത്രം. അതുകൊണ്ട് ആത്മാവാണ് പണിയുന്നത്. പണിയുന്നത് എന്തിനാ? ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി തീരാനാണ് പണി. ആത്മാവ് വ്യക്തിയിൽ വസിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുന്ന, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, ആത്മസ്വഭാവമുള്ള, ആത്മഫലങ്ങളുള്ള, ആത്മനിറവിൻ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വമായി നമ്മൾ തീരുമ്പോഴാണ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന അനുഭവം നമ്മളിൽ ഉണ്ടാകുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഞാൻ പലരോടും പറഞ്ഞു, ഇന്നത്തെ മെസ്സേജ് വളരെ എല്ലാം പ്രധാനം തന്നെയാണ്. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഒട്ടുമുക്കാലും കടഞ്ഞ് വയനത്തിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്ന മുഴുവൻ. അപ്പം അതുകൊണ്ട് ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി നമ്മൾ തീരണം. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാവരുമാണ് തീരുമാനിക്കേണ്ടത്. ഓരോരുത്തരും അവരവരുടെ അവസ്ഥ എനിക്കറിയത്തില്ല, അവരവരാണ് തീരുമാനിക്കേണ്ടത്. എന്നിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ടോ? എന്നിൽ ദൈവത്തിൻ്റെ സ്വഭാവമുണ്ടോ? എനിക്ക് ദൈവത്തിൻ്റെ മനസ്സുണ്ടോ? എനിക്ക് ക്രിസ്തുവിൻ്റെ ഭാവമുണ്ടോ? സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ മനസ്സുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ ഭാവമുള്ളവരായിരിക്കണം, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവമുള്ളവരായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരുക്കം പൂർത്തീകരിക്കപ്പെടുന്നത്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് സഭ പണിയുമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. ആ പണിയാനുള്ള ഉപദേശമാണ് ആദിമ അപ്പോസ്തലന്മാരെ കർത്താവ് ഫലമേൽപ്പിച്ചത്. ഇനി നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 3:16 1 കൊരിന്ത്യർ ലേഖനം 6:18-19 വാക്യങ്ങൾ കൂടി വായിക്കാം. രണ്ടും കൂടി ചേർത്തൊന്ന് വായിച്ചാൽ.